ഹലോ ഗൈസ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മിക്ക ആളുകളുടെയും ഒരു പ്രശ്നം തന്നെയാണിപ്പോൾ നമ്മുടെ മുടി നരയ്ക്കൽ. ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ പിള്ളേരുടെയും എല്ലാ ആൾക്കാരുടെയും മുടി നരച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഹെന്ന പാക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ മൈലാഞ്ചി, ത്രിഫല ചൂർണം, നീലിയാമരി, കോഴിമുട്ടയുടെ വെള്ള, ചെറുനാരങ്ങ നീര് എന്നിവ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ചായയുടെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും മൈലാഞ്ചിയുടെ ഇല ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ ചേർക്കുക. പിന്നെ വേണമെങ്കിൽ ഇതിൽ പച്ചനെല്ലിക്കയും ചേർക്കുക കേട്ടോ. പിന്നെ ചില ആൾക്കാർക്ക് നെല്ലിക്ക മാത്രമേ ചേർക്കുക. ത്രിഫല നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ത്രിഫല ചൂർണ്ണം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇരുമ്പ് പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്ന കേട്ടോ ഏറ്റവും ഉത്തമം. എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് കൂടി കിട്ടുമ്പോൾ ഒന്നും കൂടി നമ്മുടെ തലയ്ക്ക് നല്ലതാണ്, ഹെയറിന് നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഹെന്ന ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് കേട്ടോ. മാസത്തിൽ ഒരു ഹെന്ന ചെയ്യുന്നത് നല്ലതാട്ടോ നമ്മുടെ മുടിക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരൻ, അതേപോലെ തലയിലെ ചൊറിച്ചിൽ, മുടി വളരാൻ, മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഹെന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇതൊരു ട്രീറ്റ്മെൻറ്റും കൂടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഹെന്ന നമ്മുടെ മുടിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാട്ടോ. പിന്നെ നമുക്ക് മൈലാഞ്ചിപ്പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല അരച്ചിട്ട് ഇതുപോലെ ഉപയോഗിക്കാം. അതേപോലെ നെല്ലിക്ക ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്നര മണിക്കൂറെങ്കിലും നമ്മുടെ ഹെയറിൽ ഈ ഹെന്നയുടെ മിക്സ് എന്തായാലും അപ്ലൈ ചെയ്തിട്ട് ഇടണം കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തേക്കും ആയോ എന്ന് നോക്കും വേണം. നമ്മുടെ മുടിയുടെ അറ്റം മുതൽ തലപ്പ് വരെയുള്ള എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഹെന്ന പൗഡർ ഉണ്ടായിരിക്കണം കേട്ടോ. അതൊരു 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു നീലിയാമ്പരിയുടെ പൊടി എടുക്കുന്നുണ്ട്. ഇൻഡിഗോ പൗഡർ ഒന്നും പറയും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു നുള്ള ഉപ്പിടണം കേട്ടോ. തോനെ ഉപ്പ് പാടില്ല, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് അതിലോട്ട് ഇളം ചൂടുവെള്ളം കേട്ടോ ഇതിലൊഴിക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പാണ് നമ്മുടെ മുടിയുടെ കളർ വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളെ തലമുടി ഒരു റെഡ് കളറായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ വെളുത്ത നിരയുള്ള ഭാഗത്തുള്ളതൊക്കെ നമ്മൾ കറുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ നീലിയാമ്പരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചാലാണ് അതൊന്ന് നല്ല കറുപ്പ് കളർ പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നീലിയാമ്പരിയുടെ പൗഡർ. പിന്നെ ഇതിൽ വേറെ നമ്മളൊരു പൊടികളോ ഒന്നും ചേർക്കുന്നില്ല, ഇതുതന്നെയാണ്. പിന്നെ ഇത് ഗ്ലൗസ് ഒന്നും വേണ്ട കേട്ടോ തലയിൽ തേക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ വെള്ളമുടികളൊക്കെ, ഏട്ടൻ്റെ തലയുടെ ചില ഭാഗത്തൊക്കെ വെള്ളമുടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇപ്പോൾ റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൗസിൻ്റെ ആവശ്യമൊന്നുമില്ല, കയ്യിലെടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇത് ഞാനൊരു ഏട്ടൻ അധികം വെച്ചില്ല കേട്ടോ. ഏട്ടനോട് കുറച്ച് നേരം വെച്ചപ്പോൾ ഏട്ടൻ എന്തോ പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് കഴുകി കളഞ്ഞു. പക്ഷെ എന്നാലും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തെയും ഇത്രയ്ക്ക് തിക്കിനാട്ടോ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ മുടിയിൽ പറ്റി പിടിക്കുന്ന രീതിയിലാണ്, ഒഴുകി പോകാൻ പാടില്ല കേട്ടോ. അത് ഹെന്ന ആയാലും ഈ ഇൻഡിഗോയുടെ മിക്സ് ആയാലും. അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മുടെ മുടിയുടെ ഉള്ളിലോട്ട് തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു ഇതൊരു 1.5 മണിക്കൂറായിട്ട് തലയിൽ വെച്ചതിന് ശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴുകി കളയാം കേട്ടോ. നല്ല റിസൾട്ട് തന്നെയാണ്. നമ്മൾ മറ്റേ ഡൈയൊക്കെ മേടിച്ചിട്ട് തലയിൽ തേക്കുമ്പോൾ പലകൾക്കും പല അലർജി പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. മുടി നല്ല കറുപ്പ് കളറായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ശരിക്കും നല്ല റിസൾട്ട് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലെ ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.